ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസം ആയിട്ടുണ്ട്. ഒരു ദിവസം രാത്രിയിൽ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ പിറ്റേന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് നന്നായിട്ട് മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു, മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വൈകിട്ട് മഴ പെയ്യുന്ന ലക്ഷണമൊക്കെ ഉണ്ടായാലും മഴയൊന്നും പെയ്യത്തില്ലായിരുന്നു. പക്ഷേ വൈകിട്ടായപ്പോഴത്തേക്ക് 7:30 ആയപ്പോഴത്തേക്ക് നന്നായിട്ട് മഴ പെയ്തായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ വൈകിട്ട് ഞങ്ങൾ പോയി പൊറോട്ടയും ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാനായിട്ട് അതിങ്ങനെ തുറക്കാൻ പോയപ്പോഴത്തേക്ക് ആശു പറഞ്ഞു അവൻ തുറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തുറന്നപ്പോഴത്തേക്ക് ആ ഒരു പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന ഗ്രേവിയും പിന്നെ ഫ്രൈയുമാണ് മുകളിലിരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ടൊരു കവർ ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ താഴെയായിട്ടാണ് പൊറോട്ട ഇരുന്നത്. അപ്പോൾ കാശി പെട്ടെന്ന് തുറന്നപ്പോഴത്തേക്ക് പൊറോട്ട കണ്ടില്ല, ബീഫിൻ്റെ ഗ്രേവിയും പിന്നെ ഫ്രൈയും കൂടി ഇരിക്കുന്നത് കണ്ട് പൊറോട്ടയില്ലെന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് കവർ മാറ്റി കൊടുത്ത് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് 2 പൊറോട്ടയും പിന്നെ കുറച്ച് ബീഫ് ഫ്രൈയും പിന്നെ ഗ്രേവി ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അവൻ കറിയൊന്നും വേണ്ട, അല്ലാതെ വെറും പൊറോട്ട മതി എന്ന് പറയും. അപ്പോൾ അത് കൊടുക്കാനായിട്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഗ്രേവി ഒഴിച്ചുള്ളൂ. പിന്നെ ഞാൻ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വീഡിയോ എടുത്തത്. അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ കാശി നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ എന്ന് വെച്ചാൽ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഉറങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ ഒരു 11 മണിയൊക്കെ ആയിട്ട് അവ ഉറങ്ങത്തുള്ളൂ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഉറങ്ങി. അപ്പോൾ രാത്രിയിലത്തെ കിച്ചൺ ക്ലീനിങ് ജോലി എനിക്കായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെടുത്ത് 2 അടുക്കളയും ഞാൻ തന്നെ വൃത്തിയാക്കിയിട്ടേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അധികമൊന്നും ക്ലീൻ ആക്കിയില്ല. അപ്പോൾ ഞാൻ പിന്നെ വന്ന് അടുക്കളയൊക്കെ വൃത്തിയാക്കുവാണ്. എനിക്കിങ്ങനെ ഞാൻ തന്നെ അടുക്കള വൃത്തിയാക്കുമ്പം അത് ഫുള്ളായിട്ട് എനിക്ക് തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമല്ല, എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ അടുക്കള വൃത്തിയാക്കുമ്പോഴത്തേക്കും മുമ്പത്തെ വ്ളോഗൊക്കെ കണ്ടവർക്കറിയാം, ഞാൻ ഈ ഒരു സൈഡിൽ നിന്നാണ് ഇങ്ങനെ വൃത്തിയാക്കി തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ ഓരോ ഏരിയ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അപ്പുറത്തെ അടുക്കളയിലെത്തി അവിടെയും കൂടെ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു അരുവിയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ജോലികൾ ഇങ്ങനെ ഒതുങ്ങി വരുമ്പോൾ തന്നെ പെട്ടെന്ന് ജോലി തീരുന്നു എന്നൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു സൈഡെല്ലാം വൃത്തിയാക്കി. പിന്നെ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ മെയിനായിട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്ന ഓരോ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ അതായത് സ്ഥാനത്തെടുത്ത് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുന്ന അത്രയും ജോലിയേ ഉള്ളൂ. അവിടെ ഇങ്ങനെ അടുക്കി പറക്കി വെക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. അതിങ്ങനെ നിരന്ന് കിടക്കുമ്പോഴത്തേക്ക് ഒരു വൃത്തിയില്ലായ്മയാണല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി പറക്കി അതായത് സ്ഥലത്ത് വെച്ചിട്ട് അവിടെ എല്ലാം ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച പൊറോട്ടയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കറിയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൈയോടെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ പിന്നെ മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. പിന്നെ അവിടെയൊക്കെ കുറേ വേസ്റ്റ് പേപ്പറുകളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നീക്കി തറയിലോട്ട് തന്നെ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു സ്റ്റാൻഡിൽ കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വയ്ക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാനങ്ങ് പറയാനായിട്ട് മറന്നുപോയി. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളെ എന്താ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടിരുന്നാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴും തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഞാൻ ആ അടുക്കളയെല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും കഴുകാനായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പുറത്തെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജനലിലാണ് പൊടികളൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ അതാത് സ്ഥാനത്തൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് അപ്പുറത്തെ അടുക്കളയിൽ സിങ്കിൽ കൊണ്ടിടണം. പിന്നെ ആ ഒരു ടേബിളിൻ്റെ മുകളും പിന്നെ ഗ്യാസ് അടുപ്പും ഒക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. ഒരുപാട് ജോലിയൊന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം വൃത്തിയൊക്കെ ആയിട്ട് കിടന്നെയാണ്. പിന്നെ എല്ലാം ഒന്ന് ഓർഡറിലാക്കി വെച്ച് ഒന്ന് തുടക്കുകയൊക്കെ ചെയ്യണമായിരുന്നു, അത്രയും ജോലികളേ ഉള്ളായിരുന്നു. പിന്നെ പാത്രങ്ങളും ഒരുപാടൊന്നും കഴുകാനായിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ ഇങ്ങനെ തുണി നനച്ച് നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ അടുക്കള തൂക്കുന്ന ചൂലൊക്കെ വെളിയിൽ ഷെഡിൽ കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൂക്കാൻ പറ്റത്തില്ല, നാളെ മാത്രമേ തൂക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത് ഒരു 10 മണിക്കാണെങ്കിലും ഏകദേശം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് 10:30 ഒരു മൊത്തത്തിൽ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു 10:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പിറ്റേന്ന് അടുക്കള തൂക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഇപ്പുറത്ത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈസ്റ്ററിനൊക്കെ മുന്നേ ആയിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന ദിവസം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെയോ അങ്ങനെ ആ ഒരു സമയത്തെ വീഡിയോ ആണ്.
അപ്പോൾ അതുണ്ടാക്കാനായിട്ട് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വൈകിട്ട് തന്നെ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനി അരച്ച് വെക്കണം. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അത് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രങ്ങളൊക്കെ അത്യാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്നും കൂടെ നല്ല വെള്ളത്തിലൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഞാൻ പിന്നെ അതും കൂടെ കഴുകി എടുത്തിട്ട് ബാക്കി ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചൺ രണ്ടും ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കിണ്ണത്തപ്പത്തിന് മാവും കൂടെ അരച്ച് വെക്കുന്ന കാര്യങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഇനി ഞാൻ ബാലൻസ് എന്ന് പറയുന്നത് നാളെ രാവിലെ തൊട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ 2 പാർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ട് എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ഇടുന്നൊരു വീഡിയോ അല്ലേ, അപ്പോൾ കുറച്ച് വലിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഒന്നിന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് തന്നെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ തലേ ദിവസമൊക്കെ എടുക്കാൻ നിന്നാൽ ചിലപ്പം വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 ദിവസം മുന്നേ എടുത്തു വെച്ചതാണ്. അപ്പോൾ എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് വോയിസ് ഓവറും ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് എന്തായാലും 2 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ ആയിട്ട് എടുത്തു വെച്ചിട്ട് ഏപ്രിൽ 1 തൊട്ട് വീഡിയോ ഡെയിലി വ്ളോഗ് ബേസിൽ ഇടാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഇപ്പുറത്തെ അടുക്കളയിൽ കൊണ്ടുവന്നിട്ട് അതിരിക്കുന്ന സ്ഥലങ്ങളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് തേങ്ങ തിരുകുവാണ്. ഞങ്ങളിവിടെ കിണ്ണത്തപ്പം അങ്ങനെയല്ല കൂടുതലും പറയുന്നത് ഒരപ്പം എന്നാണ്. പിന്നെ കൂടുതൽ സ്ഥലത്ത് കിണ്ണത്തപ്പം എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. എന്തായാലും എന്തോ പറയുന്നതെന്ന് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങളവിടെയൊക്കെ എന്തോ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ തേങ്ങയും കൂടെ തിരികെയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചോറ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ മിക്സിയിലോട്ട് കുതിർക്കാനിട്ട പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിങ്ങനെ വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുക്കണ്ട, വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തേങ്ങയാണ് ഇടുന്നത്. തേങ്ങ കുറച്ച് തോനെ ചേർക്കുവാണെങ്കിൽ അത്രയും ടേസ്റ്റ് കിട്ടും. ഞാൻ രണ്ടാമത് തേങ്ങയല്ല ഇട്ടത്, ചോറാണ് കേട്ടോ. ചോറിട്ട് കഴിഞ്ഞിട്ടാണ് തേങ്ങ ഇടുന്നത്. ചോറ് ഒരു കിണ്ണം ചോറൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് തേങ്ങ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം അരി എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ചേരുവകളൊക്കെ മാറിയും തിരിച്ചും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തു. സോഡാപ്പൊടി ഒരുപാടായ ഇതിൻ്റെ കളറ് മാറും. അപ്പോൾ ആ ഒരു വൈറ്റ് കളർ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, വെള്ളം ഒഴിക്കുമ്പം അതിങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്നും വെള്ളം ഒഴിക്കരുത്. ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പരുവം കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുമ്പം ഇങ്ങനെ ഒരുപാടങ്ങ് അരഞ്ഞു പോവരുത്. ആ ഒരു നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു തരിതരിപ്പ് ഉള്ള രീതിയിൽ അരച്ചെടുക്കണം. അപ്പോൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നാളെ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ആ ഒരു ദിവസം രാത്രിയിലായിരുന്നു ഉണ്ടാക്കേണ്ടത്. അങ്ങനെയാണ് ക്രിസ്ത്യൻസൊക്കെ കൂടുതലും അങ്ങനെയാണ്, രാത്രിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് താമസിച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് കുതിർന്നൊക്കെ വരാനായിട്ട് താമസിച്ചു. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഉണ്ടാക്കിയത്. പിന്നെ മാവരച്ച കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. മിക്സിയും പിന്നെ തേങ്ങ തിരികിയ പാത്രവും പിന്നെ പച്ചരി കുതിർക്കാനിട്ട് വെച്ച പാത്രവും പിന്നെ ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് പാത്രം, അങ്ങനെ 5-6 പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ അപ്പത്തിന് അരച്ച് വെച്ചിട്ട് ലാസ്റ്റ് ഇതെല്ലാ പാത്രവും കൂടെ ഒരുമിച്ച് കഴിക്കാൻ മതിയായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഫുള്ളായിട്ട് അടുക്കള ക്ലീൻ ചെയ്തിട്ട് മാവ് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് പിന്നെയും പാത്രം കഴുകാനായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും ആ പാത്രങ്ങളും കൈയോടെ അങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ അടുക്കളയിൽ അത്യാവശ്യം ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടവും തുടച്ച് റെഡിയാക്കി. അപ്പോൾ ഇനിയുള്ള ഇതാണെന്ന് വെച്ചാൽ ഈ ഒരു പുൽത്തൈലം ഒരു 2-3 തുള്ളി എടുത്തിട്ട് അടുക്കളയുടെ ആ ഒരു സിങ്കിൻ്റെ ഭാഗവും പിന്നെ എല്ലായിടവും ഒന്ന് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിട്ട് തുടച്ച പല്ലി, പാറ്റ അങ്ങനത്തെ ജീവികളെയൊക്കെ ഒരുപാടിങ്ങനെ അടുക്കളയിലോട്ട് വരുന്നത് ഒഴിവാക്കാം. ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ്, അടിപൊളിയൊരു സ്മെല്ല്. അപ്പോൾ ഇതിങ്ങനെ 2-3 തുള്ളി എടുത്തിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നതിലും ഒരു സ്പ്രേ ബോട്ടിലോട്ട് ഈ കുപ്പിയിലെ കുറച്ച് പുൽത്തൈലം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിരുന്നാൽ നമുക്ക് എവിടെയാണോ തുടയ്ക്കേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചാലും ഒരു രീതിയിലായാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ആ ഒരു പുൽത്തൈലം വെച്ചിട്ട് ഞാൻ എല്ലായിടവും ഒന്ന് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ അടുക്കള ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തൂക്കാനായിട്ട് പറ്റത്തില്ല, ചൂലൊക്കെ പുറത്ത് ഷെഡിൽ കിടക്കുവാണ്. ഇനി തൂക്കുന്നതൊക്കെ എന്തായാലും നാളെ പറ്റത്തുള്ളൂ. അപ്പോൾ അടുക്കള രണ്ടും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ അതേ മാവൊക്കെ അരച്ച് വെച്ചത് അവിടെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് സെറ്റായി കിട്ടും.
അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ എല്ലായിടവും വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് കൈമുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ നേരെ ഉറങ്ങാനായിട്ടാണ് പോയത്. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ജോലികളൊക്കെ ബാക്കി രാവിലെ ചെയ്യാം. അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് കാശുവിനെ ഇടയ്ക്ക് വെച്ച് ഞാൻ ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ഉണരിയൊന്നും ചെയ്തില്ലായിരുന്നു. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഞങ്ങളിനി ഉറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ, അതായത് പിറ്റേന്നലത്ത് ഉച്ചവരെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാനായിട്ട് നോക്കണേ. അപ്പോൾ രാവിലെ 5 മണിക്ക് ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നൊന്നും പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പം കുറേ ലേറ്റായിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെളിയിൽ സിറ്റ് ഔട്ടിലോട്ടൊക്കെ പോയി നിന്നിട്ട് പിന്നെ ഞാൻ നേരെ വന്നിട്ട് മീനുണ്ടായിരുന്നു, മീനെടുത്ത് വെളിയിലോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോഴേ വെച്ചാൽ അതിൻ്റെ ഐസൊക്കെ പോയി ഇരിക്കത്തുള്ളൂ. അപ്പോൾ അത് ഒക്കെ എടുത്ത് വെളിയിൽ വെച്ചു. പിന്നെ ഞാൻ അടുക്കള ഭാഗം തുറന്നിട്ട് അവിടെ നിന്നെയാണ്. അപ്പോൾ രാവിലെ ഒരു 4 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ ഒരു 3:45 ആകുമ്പോഴത്തേക്ക് തന്നെ കുയിൽ കൂവാനായിട്ട് തുടങ്ങും. അത് ഭയങ്കര ഒരു രസമാണ് രാവിലെ അതിങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നേരം ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് അതിങ്ങനെ കേട്ടോണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് വോയിസ് ഓവർ കൊടുക്കാഞ്ഞത്. നല്ല രസമാണ് അത് കേൾക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതേ കണക്കാൻ വീഡിയോയിൽ അങ്ങ് ഇട്ടതാണ്. പിന്നെ ഞാൻ നേരെ പോയി ഷെഡിൽ പോയിട്ട് ചൂലെടുത്തുകൊണ്ട് വന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ തൂത്തില്ലായിരുന്നല്ലോ. അപ്പോൾ രാവിലെ തന്നെ 2 അടുക്കളയും തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിൽ കിടക്കുന്ന ആ ചവിട്ടിയൊക്കെ നന്നായിട്ട് തട്ടി കുടഞ്ഞിട്ട് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അതിരാവിലെ എഴുന്നേൽക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എനർജിയും ജോലിയൊക്കെ ചെയ്യാൻ നല്ലൊരു മൊത്തത്തിൽ നല്ലൊരു ഉന്മേഷമായിരിക്കും. കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം തന്നെ മൊത്തത്തിൽ ഒരു ജോലി ചെയ്യാനൊക്കെ ഒരു മടുപ്പും ഒരു മടിയും ഒക്കെ ആയിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ 2 അടുക്കളയും നല്ല വൃത്തിയായിട്ട് തൂത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തൂത്ത പടിയിലോട്ട് കൊണ്ട് ഇറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല ഇരുട്ടല്ലേ. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് പിന്നെ ആ പടിയിൽ നിന്നും പൊടികളെല്ലാം തൂത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ചവിട്ടിയെല്ലാം തട്ടിയത് എല്ലാം നേരെ നിവർത്തിയൊക്കെ ഇടുവാണ്. അപ്പോൾ 2 അടുക്കളയിലും ഇതേപോലെ ചവിട്ടി ഇടാറുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി വേസ്റ്റ് ഒന്നും പിന്നെ വെളിയിൽ കൊണ്ട് കളയാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ആ വേസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ സെപ്പറേറ്റും പിന്നെ അല്ലാതെ പേപ്പർ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ സെപ്പറേറ്റും ഉള്ളതെടുത്ത് വെളിയിൽ കൊണ്ട് കളയാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പം അപ്പുറത്തെ സൈഡിൽ വാഴയുടെ അടുത്താണ് കൊണ്ടിടുന്നത്. അപ്പോൾ അവിടെ നല്ല ഇരുട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് ആ ഒരു സൈഡിൽ ലൈറ്റ് ഇട്ടിട്ട് ആ പാത്രത്തിലിരിക്കുന്ന വേസ്റ്റൊക്കെ കൊണ്ട് കളയുവാണ്. ഇങ്ങനെ ചെറിയ അടുക്കളയുടെ ആ ഒരു സ്ലാബിൻ്റെ അടിയിലായിട്ട് ഒരു സ്ലാബിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വേസ്റ്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് അങ്ങ് ഇടുവാണ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് അതുകൊണ്ട് വെളിയിൽ കളയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ സമയം ഒരു 5:30 കഴിഞ്ഞിട്ടേ ഉള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെട്ടമൊന്നും വന്നിട്ടില്ലായിരുന്നു, ഭയങ്കര ഇരുട്ടായിരുന്നു. അങ്ങനെ ഞാൻ വാഴക്കുഴിയിൽ ആ വേസ്റ്റെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ആ പാത്രം ഒന്ന് ചെറുതായിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഞാൻ ആ തുണി കഴുകുന്ന ആ കല്ലിലോട്ട് തന്നെ അങ്ങ് വെച്ചു. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ വേറൊരു ചാക്കിലാക്കിയാണ് വെക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് എന്തോ ആൾ വന്ന് എടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമാണ് വെക്കുന്നത്. അതൊക്കെ ഷെഡിനകത്തിരിക്കുവാണ്. അപ്പോൾ അതൊക്കെ രാവിലെ വെട്ടം വന്നിട്ട് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വേസ്റ്റ് ഇട്ട പാത്രം ഒന്ന് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് പിന്നെ തിരിച്ച് അടുക്കളയിൽ തന്നെ കൊണ്ടുവെക്കുവാണ്. അപ്പോൾ അടുക്കള തൂത്ത് ഈ വേസ്റ്റും കൂടെ കൊണ്ട് കളഞ്ഞപ്പോഴത്തേക്കാണ് അടുക്കള നന്നായിട്ട് ക്ലീൻ ആയത്. അപ്പോൾ രാവിലെ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത ജോലിയെന്ന് വെച്ചാൽ മുറ്റം തൂക്കലാണ്. അപ്പോൾ ഇന്നലെ മഴ പെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് പൊടിയൊന്നും കാണത്തില്ല മുറ്റം തൂക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ചൂല് തറയിലോട്ട് വെക്കുമ്പോൾ തന്നെ ഭയങ്കര പൊടിയാണ്. മാസ്കൊക്കെ ഇട്ടായിരിക്കും പിന്നെ മുറ്റം തൂക്കുന്നത്, അത്രയ്ക്ക് പൊടിയാണ്. പക്ഷേ ഇന്നലെ നന്നായിട്ട് മഴ പെയ്തത് കൊണ്ട് തന്നെ പൊടിയൊന്നും കാണത്തില്ല. അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങ് മുറ്റം തൂക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഗേറ്റ് തുറന്നിട്ട് പിന്നെ റോഡ് തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുമ്പ് ഞാൻ റോഡ് തൂക്കുമ്പം വീഡിയോയിൽ റോഡ് തൂക്കുന്നതൊക്കെ കാണിക്കുമ്പം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാ റോഡൊക്കെ പോയി തൂക്കുന്നതെന്ന്. അതിപ്പം നമുക്ക് റോഡ് തൂക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡല്ലേ, അപ്പോൾ നമുക്കത് വൃത്തിയാക്കി ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തൂക്കുവാണ്. തൂത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കി ഇടുമ്പം നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലൊരു ഭംഗിയല്ലേ, ഒരു വൃത്തിയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൂത്തിടുന്നതാണ്. അപ്പോൾ ആദ്യമേ റോഡ് തൂത്തേച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുറ്റം തൂക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റോഡിലൊന്നും എന്നും തൂക്കുന്നത് കൊണ്ട് തന്നെ അധികം കരിയിലയൊന്നും ഇല്ലായിരുന്നു. തേക്കിൻ്റെ ഇലയൊക്കെ അപ്പുറത്തായി എത്തുന്നൊക്കെ 2-3 വീണ് കിടപ്പുണ്ടായിരുന്നു, അല്ലാതെ പ്രത്യേകിച്ച് കരിയിലയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ തൂക്കുമ്പോൾ ഒട്ടും പൊടിയില്ലായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്, ഇങ്ങനെ ക്യാമറയിൽ കൂടെ ഇങ്ങനെ പൊടി പോകുന്ന കണക്ക്, പൊടിയാണോ എന്തുവാണെന്ന് അറിയത്തില്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പം മഴ പെയ്തില്ലായിരുന്നെങ്കിൽ വിചാരിക്കുന്നത് ഇങ്ങനെ മണ്ണിൻ്റെ പൊടി ഉണ്ടല്ലോ, പൊടി പോവുകയാണെന്ന്. പക്ഷേ ഇതെന്തോ സംഭവം എന്നറിയത്തില്ല, ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഭയങ്കരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തുവാണെന്ന് അറിയത്തില്ല. എന്തായാലും തൂത്ത് പിന്നെ മുറ്റത്തോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ റോഡിൻ്റെ ആ ഭാഗം തൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഗേറ്റ് അങ്ങ് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മുറ്റമൊക്കെ തൂത്തത്. മുറ്റത്തിൻ്റെ എല്ലാ സൈഡും തൂക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തൂത്തിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മാക്സിമം സ്പീഡിൽ അങ്ങ് ഇട്ടേക്കുവാണ് വീഡിയോ. ആദ്യം ആയതുകൊണ്ട്, തുടക്കം ആയതുകൊണ്ട് കുറച്ച് സ്പീഡ് കുറച്ചിട്ടതാണ്. പിന്നെ ഞാൻ മാക്സിമം സ്പീഡിൽ ഇട്ട് അങ്ങ് വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടും നല്ല ലെങ്ത് ഉണ്ട് വീഡിയോയ്ക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാനായിട്ട് നോക്കണേ. അപ്പോൾ ഈ കുയിലൂത് പോകുന്ന സൗണ്ടൊന്നും കേൾക്കുന്നത് ഞാൻ സെപ്പറേറ്റ് ആഡ് ചെയ്തതൊന്നും അല്ല കേട്ടോ. ഒരു 3:45 ഒരു 4 മണിയാകുമ്പോഴത്തൊട്ട് ഭയങ്കരമായിട്ട് കുയിലിങ്ങനെ കൂവാനായിട്ട് തുടങ്ങും. പിന്നെ ഒരു 7:30-8 മണി വരെയൊക്കെ ഇങ്ങനെ കുയിലിൻ്റെ സൗണ്ടായിരിക്കും. നല്ല രസമാണ് രാവിലെ അത് കേൾക്കാനായിട്ടും. അപ്പോൾ ഞാൻ മുറ്റം തൂത്തുകൊണ്ട് നിന്നപ്പം പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വന്നോ എന്ന് നോക്കിയതാണ്. അപ്പോൾ രാവിലെ കുറച്ച് തുണികളൊക്കെ കഴുകാനായിട്ട് കിടപ്പുണ്ടായിരുന്നു, 2 ദിവസത്തെ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൈപ്പിൽ വെള്ളം വന്നാൽ പിന്നെ അതിലെ വെള്ളത്തിലങ്ങ് കഴുകിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, നല്ല ഫോഴ്സിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞ് നേരെ അങ്ങ് തുണി കഴുകാനും ഒക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ സൈഡിലെയും മുറ്റം തൂക്കുന്നുണ്ട്. ഞാൻ പിന്നെ ബാക്ക് സൈഡൊന്നും തൂത്തത് വീഡിയോ എടുത്തില്ല, എല്ലാം കൂടി ഇങ്ങനെ മുറ്റം തൂക്കുന്ന കാണിക്കുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതൊന്നും ആഡ് ചെയ്തില്ല. കുറച്ച് മാത്രം ഒന്ന് തൂക്കുന്നത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സൈഡിലെല്ലാം തൂത്തിട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അടുക്കളയുടെ ആ ഒരു സൈഡാണ്, അവിടെ അധികം കരിയിലൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഒന്ന് തൂത്തിടുന്നുണ്ട്. അങ്ങനെ തൂത്ത് വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് എല്ലാം കൂടെ കുറച്ച് കരിയില ആവുമല്ലോ. പിന്നെ അതേ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് തൂക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ ഈ സൈഡൊക്കെ നല്ല അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവിടേക്ക് ഇങ്ങനെ പൊടിയുണ്ട്. അപ്പോൾ അത് തൂക്കുമ്പോഴത്തേക്ക് അങ്ങ് വൃത്തിയാവുമല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെ തൂക്കാൻ നിന്ന എല്ലാ സൈഡും 4 സൈഡും ഒരേ കണക്ക് തൂത്ത് വൃത്തിയാക്കും. പിന്നെ ഇടയ്ക്ക് കാശി ഉണരുവാണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് പോകും, പിന്നെ ബാക്കി പിന്നൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ചവിട്ടിയെല്ലാം ഒന്ന് തട്ടി തൂത്ത് അവിടെ എല്ലാം ഒന്ന് തൂക്കുന്നുണ്ട്. പിന്നെ നേരെ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലെ മുറ്റം ഉണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് തൂക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ചെടികളെല്ലാം അത്യാവശ്യം ഇങ്ങനെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടം കൂടി കുറേ ചെടികൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ കമ്പുകൾ വെട്ടി വേറെയൊക്കെ നടാനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുവിധം എല്ലാം ആ മുറ്റത്തിൻ്റെ ഈ കാണുന്ന സൈഡല്ല, വേറെ ഇപ്പുറത്തെ സൈഡുണ്ടല്ലോ, അവിടെ നിന്നെല്ലാം ചെടികളൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ തൂത്ത് കൂട്ടി വെച്ചതൊക്കെ ചാക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് വാരി വീടിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ട് ഇടുന്നുണ്ട്. ചിലപ്പോൾ കത്തിച്ച് കളയും. ഇതിപ്പോൾ ഇന്നലെ മഴയായതുകൊണ്ട് തന്നെ രാവിലെ കത്തിക്കാനൊന്നും പറ്റത്തില്ല, എല്ലാം കൂടെ കോരി തെങ്ങും കുഴി കൊണ്ട് കളയുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ കണ്ടോ, അത്യാവശ്യം എല്ലായിടവും നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ റോഡൊക്കെ തൂത്ത സമയത്ത് അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പുറത്തൂടെ മതിലിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയതാണ്, റോഡിൻ്റെ സൈഡൊക്കെ നല്ല ക്ലീൻ ആയോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ കിടന്നതാണ്.
അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചുറ്റിനുമുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഈ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ചോട്ടിലോട്ടാണ്. അപ്പോൾ അവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ മുറ്റം തൂത്തപ്പോൾ കണ്ടായിരുന്നു ഒരെണ്ണം കിടക്കുന്നത്. പിന്നെ മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ മഴയായതുകൊണ്ട് തന്നെ അതിലിങ്ങനെ നെല്ലിയിലാണ് പാഷൻ ഫ്രൂട്ട് പടർന്ന് കിടക്കുന്നത്. അപ്പോൾ ആ നെല്ലിയുടെ ഇലയും ഒക്കെ അതിലോട്ട് പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ആ ഞെട്ട് ഞാൻ പിന്നെ കൈ കൊണ്ട് തന്നെ അടർത്തി കളഞ്ഞിട്ട് നേരെ പൈപ്പിൻ്റെ മൂട്ടിൽ പോയി അതിങ്ങനെ കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു. കഴുകി അടുക്കളയിലോട്ട് വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് കിട്ടും, 4-5 കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ മഴയായതുകൊണ്ട് കുറേ കിട്ടുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒരെണ്ണം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ അതൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ട് നേരെ കൊണ്ട് അടുക്കളയിലോട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കിളികൾക്കൊക്കെ കുടിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇന്നലെ മഴയൊക്കെ പെയ്തെങ്കിലും ഇന്ന് ഇനി വെയിലൊക്കെ ആയിരിക്കുമല്ലോ, ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഇന്നലെ വെച്ച വെള്ളമെല്ലാം ആ ചെടിയുടെ മുട്ടിലോട്ട് കൊണ്ട് ഒഴിച്ചിട്ട് കുറച്ച് നല്ല വെള്ളം പൈപ്പിൽ നിന്ന് എടുത്തിട്ട് ആ ചെടികളുടെ ഇടയിലോട്ട് അങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ കിളികളൊക്കെ വന്ന് കുടിക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ. ഇങ്ങനെ എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഉണക്കിൽ അവർക്ക് വെള്ളം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വീടുകളിൽ ഇങ്ങനെ കുറച്ച് വെള്ളം വീടിൻ്റെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിലോ ഒക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ അവരിങ്ങനെ വന്ന് കുടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെക്കുവാണെങ്കിൽ അവർ പിന്നെയും ദാഹിക്കുമ്പം അവിടെ വെള്ളം കാണും എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ പല്ല് തേക്കാനായിട്ട് വന്നതാണ്. ഇങ്ങനെ ഓരോ ജോലികളിലായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പല്ല് തേക്കൽ പിന്നീടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പല്ലൊക്കെ തേച്ച് വന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് തുണികൾ കഴുകാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബക്കറ്റിലോട്ട് സർഫൊക്കെ കൊണ്ടിട്ടിട്ട് പിന്നെ സോപ്പും അവിടെ തുണി കഴുകുന്ന കല്ലിലോട്ട് കൊണ്ട് വെച്ചു. എന്നിട്ട് അപ്പുറത്താണല്ലോ പൈപ്പ്, വീടിൻ്റെ ഫ്രണ്ട് സൈഡിലാണല്ലോ പൈപ്പ്. അപ്പോൾ അവിടുന്ന് ഞാൻ വെള്ളം കൊണ്ടുവന്ന് കുതിർക്കാനായിട്ട് വെള്ളം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുവാണ്. അപ്പോൾ ബക്കറ്റ് കാണാൻ ഞാൻ ആ ഒരു പാത്രത്തിലാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വന്നു. പിന്നെ 2 ദിവസത്തെ തുണികളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് സർഫിൽ കുതിർത്ത് വെക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇട്ട് ആദ്യത്തെ വെള്ളം കഴുകി കഴിഞ്ഞാൽ പിന്നെ നേരെ അങ്ങ് അപ്പുറത്ത് ആ പൈപ്പിൻ്റെ ചുവട്ടിലോട്ട് കൊണ്ടിട്ട് അങ്ങ് കഴുകിയാൽ മതി. പിന്നെ അവിടുന്ന് വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നേരെ തുണികളുമായിട്ട് അങ്ങ് ആ പൈപ്പിൻ്റെ മുട്ടിൽ ചെന്ന് അവിടെ ഇട്ടങ്ങ് കഴുകത്തേ ഉള്ളൂ. അപ്പോൾ തുണിയെല്ലാം കുതിർത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ കാശിയുടെ 2 ഷൂസ് കഴുകി വൃത്തിയാക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ സമയം കിട്ടുമ്പം കാശിയുടെ ഷൂസൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്ക് പൊടിയും മണ്ണും ഒന്നും കയറിയിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഈ പൈപ്പിൽ വെള്ളം വരുമ്പം അതിൽ നിന്ന് വെള്ളം എടുത്തങ്ങ് കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുണി കുതിർക്കാൻ ഇട്ടേക്കുവാണല്ലോ. അപ്പോൾ ആ ഒരു നേരത്ത് കുറച്ച് നേരം ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ ഷൂസ് അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ കാശി ഉണരാൻ സമയമാവുന്നതേ ഉള്ളൂ. അവർ 8:30 ആകുമ്പോഴത്തേക്ക് ഉണരത്തുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടേ ഉണ്ടാവത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 5 മണിക്ക് നമ്മൾ ഉണർന്നായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കിട്ടി. നമ്മൾ രാവിലെ ഉണരുവാണെങ്കിൽ ഒരുപാട് ജോലികളും ചെയ്യും. അപ്പോൾ കാശി ഉണർന്നു കഴിയുമ്പോൾ പിന്നെ എനിക്ക് തുണി കഴുകൽ, മുറ്റം തൂക്കൽ അങ്ങനത്തെ ജോലികളിലോട്ടൊന്നും പോകണ്ടല്ലോ. അവൻ്റെ കാര്യം നോക്കിയിട്ട് കഴിക്കാനൊക്കെ കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ വേറെ ഒരുപാട് ഈ ജോലിയൊക്കെ പെൻഡിങ് കിടക്കാതെ അതങ്ങ് ചെയ്തു വെച്ചാൽ അത്രയൊരു സമാധാനമാവുമല്ലോ. അപ്പോൾ ഷൂസൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട്, ഇതിപ്പോൾ സോപ്പിട്ട് കഴുകിയാലൊന്നും പന്നലാവുന്ന ഷൂസല്ല കേട്ടോ, നല്ല കട്ടിയുള്ളതുമാണ്. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് ഈ ബ്രഷ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെരുപ്പും ഷൂസൊക്കെ കഴുകാനായിട്ട് വെച്ചിരിക്കുന്ന ബ്രഷാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചെരുപ്പൊക്കെ കഴുകാൻ മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് സോപ്പൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ച് കഴുകിയിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്ത് വെയിൽ വരുന്ന മുറ്റത്തോട്ടൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലെ മഴ പെയ്തു എന്ന് പറഞ്ഞ് ഇന്ന് പകൽ ഫുള്ള് വെയിലൊക്കെ ആയിരിക്കും. അപ്പോൾ വെയിലത്തോട്ട് കൊണ്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് എല്ലാം നിരത്തി മുറ്റത്തോട്ട് കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ വെയിലടിച്ച് നന്നായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് പച്ചമുളക് വല്ലതും പഴുത്തത് വിളഞ്ഞ് നിൽപ്പുണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പോഴത്തേക്ക് വിളഞ്ഞൊന്നും നിൽപ്പില്ലായിരുന്നു, എല്ലാം ഇങ്ങനെ വിളയാത്തതായിരുന്നു. അപ്പോൾ അതിങ്ങനെ പറിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ 5-6 നിൽപ്പുണ്ട്. മറ്റേ മുമ്പുണ്ടായിരുന്ന പച്ചമുളകിലൊന്നും പിന്നെ അത് പിടിക്കാതായിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് പിഴുത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചതാണ്. അന്നുണ്ടായിരുന്നതിൽ നിന്ന് കുറേ പച്ചമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൂക്കളുടെ വീഡിയോസൊക്കെ എടുത്തതാണ്. ഇങ്ങനെ വന്ന് പൂക്കളൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ലൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇന്നലെ മഴ പെയ്തതുകൊണ്ട് തന്നെ ചെടികളിലൊക്കെ ഇങ്ങനെ വെള്ളം വീണ് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരെ തുണി കഴുകാനായിട്ട് വന്നതാണ്. അപ്പോൾ സർഫിലൊക്കെ കിടന്ന് തുണിയിൽ അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്ന് പെട്ടെന്ന് കഴുകി എടുക്കുന്ന ജോലിയേ ഉള്ളൂ. അപ്പോൾ കാശിയുടെ എൻ്റെയും 2 ദിവസത്തെ തുണികളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തൊരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുള്ള ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഡെയിലി തന്നെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞൊരു 3 മണി ഒരു 4 മണിക്കൊക്കെ ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈവനിങ് വ്ളോഗ് അല്ലെങ്കിൽ മോർണിംഗ് വ്ളോഗ് അല്ലെങ്കിൽ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ടൊക്കെ ഒരു ദിവസം എനിക്ക് പറ്റുന്ന കണക്കൊക്കെ വീഡിയോസ് എന്തായാലും ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും ഞാൻ വീഡിയോസ് ഡെയിലി ഉറപ്പായിട്ട് വിടും. അപ്പോൾ ഞാൻ ഈ തുണികളെല്ലാം കഴുകി അത്യാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ മാക്സിമം സ്പീഡിൽ ഇട്ടേക്കുവാണ്. ഇപ്പോൾ എന്തായാലും വീഡിയോ ഒരു 40 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ ഇടുന്നത്. അപ്പോൾ തുണിയെല്ലാം ഒരുപാട് കഴുകാനുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടെ വീഡിയോയിൽ കാണിക്കുന്നില്ല. കുറച്ച് ഭാഗം ഒന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ തുണിയെല്ലാം കഴുകി ഇവിടെ പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കഴുകി എടുക്കുന്ന ജോലിയേ ഉള്ളൂ. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെയാണ് കേട്ടോ. അവിടെ ഇട്ട് കഴുകിയിട്ട് ഇവിടെ പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടിട്ട് അങ്ങ് കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് വെള്ളം ചുമക്കണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെ ഇട്ട് തുണിയെല്ലാം കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ തുണിയെല്ലാം കഴുകിയത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നൂത്തിടാനായിട്ടുള്ള സമയമില്ല. അതിന് മുന്നേ ആയിട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ എടുത്ത് വെളിയിൽ വെച്ചിരുന്ന മീനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഐസൊക്കെ പോയിരുന്നതാണ്. അപ്പോൾ നെത്തോലിയായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് പുറം കഴുകണം. തല നനച്ച് കുളിക്കുന്നില്ല. തല ഞാൻ വൈകിട്ടേ നനയ്ക്കാറുള്ളൂ. രാവിലെയും കൂടെ തല നനച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മുടി ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് 2 നേരം തല നനച്ച് കഴിഞ്ഞാൽ ഉള്ള മുടിയെല്ലാം പോവും. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒന്ന് പുറം കഴുകണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് മീൻ അങ്ങ് വൃത്തിയാക്കി വെച്ചിട്ട് പുറം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെത്തോലി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് വൃത്തിയാക്കി എടുക്കാനായിട്ട്. എന്നാലും രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഇങ്ങനെ ജോലിയെല്ലാം പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അതേ പൈപ്പിൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ട് ആദ്യമേ നന്നായിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 4-5 വെള്ളം ഇങ്ങനെ വെള്ളം വെളുക്കുന്നത് വരെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിൽ കൊണ്ടുപോയി ഒന്നും കൂടെ കഴുകും. അപ്പോൾ എന്തായാലും കഴുകിയെടുത്ത് അടുക്കളയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ നേരെ പുറം കഴുകാനായിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തലേന്ന് നനച്ച് രാവിലെ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയുടെ ഉടക്കൊക്കെ ഒന്ന് എടുത്ത് രാവിലെ ഉടക്കം എടുത്തിട്ടില്ലായിരുന്നു. അതേ കണക്കങ്ങ് കെട്ടി വെച്ചതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മുടിയുടെ ഉടക്കെല്ലാം കളഞ്ഞ് ഒന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഞാൻ മുടിയിൽ എണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് എണ്ണ എടുത്ത് തേക്കാറുണ്ട് തലേ. ഒരുപാടൊന്നും തേക്കത്തില്ല, ഒരു കുറച്ച് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തേച്ചിട്ടാണ് മുടിയൊന്ന് ചീപ്പി വെക്കുന്നത്.
അല്ലെങ്കിൽ തന്നെ ഇതേപോലെ നന്നായിട്ട് മുടി ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചീപ്പ് വെച്ചിട്ട് ചീപ്പി ഉടക്കെല്ലാം കളഞ്ഞ് കുറേ നേരം ഇങ്ങനെ ഒന്ന് ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ ചീപ്പുന്നത് തലയിൽ ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി മുടി കൊഴിച്ചിൽ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ അങ്ങനെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ മുടി എന്തായാലും ദിവസം ഒരിക്കലെങ്കിലും ഇതേപോലെ നന്നായിട്ട് മുടിയുടെ ഉടക്കൊക്കെ കളഞ്ഞ് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ മുടി ചീപ്പാറുണ്ട്. ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നുണ്ട്. അപ്പോൾ മുടി ഇങ്ങനെ ഞാൻ ചീപ്പണ്ടപ്പം വീടിൻ്റെ വെളിയിൽ ഇറങ്ങി നിന്ന് മുറ്റത്ത് നിന്നേ മുടി ചീപ്പി ഇങ്ങനെ ഉടക്കെടുക്കാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ അകത്ത് നിറച്ച് മുടിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്താകുമ്പോൾ കുഴപ്പമില്ല. പിന്നെ മുടിയെല്ലാം കൂടി ഇങ്ങനെ എടുത്ത് പൊക്കി ഇങ്ങനെ കെട്ടി വയ്ക്കുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് പൊക്കി കെട്ടി വെച്ചാൽ തന്നെ അങ്ങ് വിയർക്കുവാണ്. അപ്പോൾ എന്തായാലും മുടിയെല്ലാം ചീപ്പി പൊക്കി ക്ലിപ്പൊക്കെ ഇട്ട് കെട്ടി വെക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഈ ചെറിയ ക്ലിപ്പുണ്ടല്ലോ അതാണ് ഇടുന്നത്. അപ്പോൾ അത് കണ്ടില്ല. ഇനി ഞാൻ ഇങ്ങനെ 4-5 എണ്ണം അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം എവിടേക്കോ പോയി. അപ്പോൾ ഞാൻ പിന്നെ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ക്ലിപ്പുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് മുടിയൊന്ന് കെട്ടി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ പോയി കാശി ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശി ഉണർന്നിട്ട് അവന് ആഹാരമൊക്കെ കൊടുക്കണം. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ രാവിലെ ഒരുപാട് ജോലി ചെയ്തെങ്കിലും ഒരുപാട് സമയമൊന്നും ആയിട്ടില്ലായിരുന്നു. ഒരു 9 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുള്ളായിരുന്നു. അല്ലെങ്കിൽ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുന്നതാണ്. 9 മണി കൂടുതൽ ഞാൻ കിടത്തി ഉറക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും നേരം ആഹാരമൊക്കെ കൊടുക്കണ്ടേ കറക്റ്റ് സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് എഴുന്നേൽപ്പിക്കാറുണ്ട്. പിന്നെ 8:30 വരെ കിടന്ന് ഉറങ്ങുന്നതിന് ഞാൻ പിന്നെ വിളിക്കത്തില്ല കേട്ടോ. അവർ ഉറങ്ങി ആ ഒരു ക്ഷീണം മാറ്റി എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ മുഷിച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ അവനെ കൊണ്ട് കുളിപ്പിച്ചു. ചപ്പാത്തിയാണ് രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ ചപ്പാത്തി കൊടുക്കുന്നുണ്ട്. അവന് ചപ്പാത്തി കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കാശിയും കൂടെ അവിടെ ഇരുന്നിട്ട് അവൻ അപ്പോഴത്തേക്ക് അങ്ങ് കിടന്നു. ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് എൻ്റെ പുറത്തോട്ട് കാലൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും. പിന്നെ ചിലപ്പോൾ സൈക്കിൾ ചവിട്ടും. പിന്നെ സൈക്കിൾ ചവിട്ടി അടുക്കളയിലോട്ട് പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഓരോ വട്ടം വരുമ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കാറുണ്ട്, കഴിക്കാൻ കൊടുക്കും. അങ്ങനെയൊക്കെ കുറേ നേരം എടുത്തിട്ടാണ് കഴിപ്പിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് മാവ് അരച്ച് വെച്ചത് ഒന്നും കൂടെ റെഡിയാക്കി കൊടുക്കണമായിരുന്നു. അമ്മ അങ്ങ് വെളിയിൽ വെച്ചിട്ടാണ്, നമ്മൾ വെളിയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് അത് ആക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുക്കണമായിരുന്നു. അപ്പോൾ കാശിക്ക് ഉള്ള ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ അരച്ച് വെച്ച മാവിലോട്ട് കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഏലക്കയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുന്തിരി അണ്ടിപ്പരിപ്പും വേണമെങ്കിൽ നെയ്യിൽ വറുത്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നെയ്യിൽ വറുക്കുന്നില്ല, അല്ലാതെ നേരിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോഴാണ് ഇത് വെന്ത് വരുമ്പോൾ കാണാനൊരു ഭംഗി. ഇതിപ്പം മിക്സ് ചെയ്തതുകൊണ്ട് എല്ലാം അങ്ങ് അകത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കുറേ നാളായിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങ് മുകളിലൊക്കെ ഇട്ട് കൊടുക്കുന്ന കാര്യം അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ പാത്രത്തിലോട്ട് ഒരു 2-3 തുള്ളി നെയ്യ് ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പം ഒരു പാത്രത്തിലേക്കുള്ള മാവേ അരച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇതിലേക്കോട്ട് ഒഴിച്ച് വെച്ചിട്ട് ഇഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെളിയിൽ ചോറിട്ട് വെക്കുന്നുണ്ട്. ചോറ് വെളിയിൽ അടുപ്പിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ അടുപ്പിലോട്ട് തന്നെ ഇത് വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കും. അപ്പോൾ അതൊക്കെ അമ്മ ചെയ്തോളും. അപ്പോൾ ഞാൻ അത് റെഡിയാക്കി ഇത് കറക്റ്റായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു പാത്രം മാവുണ്ടായിരുന്നു. അത് ഇഡലിത്തട്ടിലോട്ട് വെച്ചിട്ട് പിന്നെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ വൃത്തിയാക്കി വെച്ച മീനുണ്ടായിരുന്നല്ലോ, അതൊന്നും കൂടെ ഒന്ന് വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കറിയൊന്നും വെക്കുന്നില്ല, പൊരിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മീൻ വറുക്കാനായിട്ട് വൃത്തിയാക്കി വെച്ച മീനിലോട്ട് മുളക് പൊടി, പിന്നെ കുറച്ച് തോനെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് തോനെ ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. എല്ലായിടും അങ്ങനെ മല്ലിപ്പൊടി ഇടത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ ഒക്കെ കാണുമ്പം മിക്കവരും മല്ലിപ്പൊടി ഇടാറില്ല. ഞങ്ങൾ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടും. ഈ അരപ്പിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉച്ചയാകുമ്പോഴത്തേക്ക് വറുത്തെടുത്താലും മതിയല്ലോ, ഒരു കുറച്ച് കഴിഞ്ഞിട്ട് വറുത്താലും മതി. ഇങ്ങനെ പച്ചമീൻ അതേ കണക്കിരിക്കുമ്പം പന്നലായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അരപ്പ് തേച്ചാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരവും കൂടി ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ പതുക്കെ വറുത്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാഷൻ ഫ്രൂട്ട് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാശിക്ക് ഇത് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇതിൻ്റെ അരി അവൻ കഴിക്കത്തേ ഇല്ല, ഇങ്ങനെ തുപ്പും. അപ്പോൾ ഇത് അരി എടുക്കാതിട്ട് കൊടുക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ചെറുതായിട്ട് അതിലെ വെള്ളം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അരിയില്ലാതെ ഇങ്ങനെ എടുത്ത് കുറച്ച് കൊടുക്കാറുണ്ട്.
അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല അവനിത്. എന്നാലും ഇച്ചിരിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് കഴിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിലെ വെള്ളം ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം കൂടുതലും അരിയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം സെപ്പറേറ്റ് എടുത്ത് കൊടുക്കാൻ ഭയങ്കര പാടാണ്. അരി അവന് കൊടുക്കുമ്പോഴത്തേക്ക് അത് കഴിക്കാൻ പാടില്ലാത്ത എന്തോ സാധനമാണെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ തുപ്പും. അപ്പോൾ കുറേ വട്ടം ഞാൻ അങ്ങനെ കൊടുത്തു നോക്കി, അപ്പോൾ തുപ്പുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാറില്ല. കുറച്ച് വെള്ളം എങ്ങനെയെങ്കിലും സ്പൂണിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശി അവിടെ സൈക്കിളിൻ്റെ അടുത്ത് എന്തോ പണിയിൽ നിന്നെയാണ്. ഒരു കാർഡ് ബോർഡ് വെച്ചിട്ട് സൈക്കിളിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തോ കളിച്ചുകൊണ്ട് നിന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ അരിയില്ലാതെ മാറ്റി വെള്ളം മാത്രം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരത്തെ ആക്കി വെച്ച മീൻ വറുക്കണം. പിന്നെ മോര് കാച്ചുന്നുണ്ടായിരുന്നു, മോരുമൊക്കെ കാച്ചണം. പിന്നെ ഇവിടെ ചൂരമീൻ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ അമ്മ കറി വെച്ചിട്ടുണ്ടായിരുന്നു. കറി വെച്ച് ചീനിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന മോരും കാച്ചുന്നുണ്ട്, പിന്നെ മീൻ വറുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മോര് കാച്ചാനായിട്ട് ഞാൻ മിക്കപ്പോഴും ആ റെസിപ്പി കാണിക്കുന്നതാണ്. തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ മഞ്ഞൾ, ജീരകം എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തിട്ട് അതിലേക്ക് തൈരും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മോരിൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പയിലോട്ട് ഞാൻ മീൻ വറുക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോരിന് ഞാൻ അധികം എരിവ് ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. ചെറിയൊരു പച്ചമുളകും പിന്നെ ഒരു വറ്റൽമുളകും ഒക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ കാശിക്ക് കൊടുക്കാനും കൂടെ ആയതുകൊണ്ട് കാശിക്ക് ഇങ്ങനെ മോരും ചോറും കൂടെ കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചോറിൽ മോരൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് ഞാൻ ഒരുപാട് മോരിലിടുന്നില്ല, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അരച്ച് വെച്ച മോരിൻ്റെ ഇതുണ്ടല്ലോ, മോരിൻ്റെ അരപ്പൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് പിന്നെ അരപ്പൊഴിച്ച് കൊടുത്തിട്ട് ആ മിക്സി ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി ആ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം മോര് ലൂസായിട്ടിരിക്കണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇതൊന്ന് ചൂട് കയറി വന്നാൽ മതി, അല്ലാതെ തിളക്കിയൊന്നും വേണ്ട. മൊത്തത്തിലൊന്ന് ചൂട് കയറി വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് മീൻകറിയും പിന്നെ നെത്തോലി വറുത്തതും മോര് കാച്ചിയതും അങ്ങനെയെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മോര് ഇങ്ങനെ ചൂട് കയറി വരുന്നുണ്ട്, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ മീനിൻ്റെ ഒരു സൈഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നെത്തോലി ഇങ്ങനെ ഒന്നുകൂടെ നന്നായിട്ട് മൂത്തിരിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്, അല്ലാതെ ഇങ്ങനെ ഒരുപാട് വേവാതിരിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നെത്തോലിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോഴത്തേക്ക് ഒരപ്പമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉണക്കമുന്തിരിയും പിന്നെ അണ്ടിപ്പരിപ്പും കൂടെ മുകളിലിടാഞ്ഞതുകൊണ്ട് ഒരു കാണാനൊരു കുറവുണ്ട്, പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ വന്ന് രാവിലെ തുണി നൂത്തിടാൻ പറ്റിയില്ലല്ലോ, ഞാൻ അവിടെ വെച്ചിരുന്നില്ല. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് തുണി നൂത്തിടാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ ഇന്നലെ നൂത്തിട്ട തുണിയെല്ലാം, ഇന്നലെയെല്ലാം മെനഞ്ഞാന്നാണ് കേട്ടോ, 2 ദിവസം മുന്നെയാണ് തുണി കഴുകിയ. ആ തുണിയെല്ലാം പറക്കിയിട്ട് ഇന്ന് കഴുകിയ തുണിയെല്ലാം ഒന്ന് നൂത്തിടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ 1-ാം തീയതി അപ്ലോഡ് ചെയ്യാനായിട്ടാണ് ഞാൻ 3-4 ദിവസം മുന്നേ തന്നെ എടുത്തു വെച്ചത്. അപ്പോൾ ഞാൻ പുറകെ വ്ളോഗ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ദിവസമായിട്ടും എഡിറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തന്നെയാണ് വിചാരിക്കുന്നത്. ഡെയിലി വ്ളോഗ്സ് തന്നെ ഇടാനായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ഉറപ്പായിട്ടും വീഡിയോ ഇടും. എല്ലാവരും ചാനൽ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതേ തുണികളെല്ലാം കഴുകി ഇടുന്നുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മഴക്കോളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.